ലോ ഓഫ് റെസിപ്രോക്കൽ കോമ്പിനേഷനെ പറ്റി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, water contains 88.90% oxygen and 11.10% of hydrogen. Ammonia contains 82.35% of nitrogen and 17.65% of hydrogen. Dinitrogen peroxide contains 63.15% of oxygen and 36.85% of nitrogen. Show that these data illustrates law of reciprocal പ്രൊപ്പോർഷൻ. ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ലോയെ എന്താണ്, ആദ്യം അത് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ എന്താണെന്നൊന്ന് ആലോചിക്കണം. When two elements combine separately with a definite mass of a third element, ഒരു രണ്ട് എലമെന്റ്സ് മൂന്നാമതൊരു എലമെന്റുമായിട്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ്, then the ratio of their masses in which they do so is either the same or some whole number multiple of the ratio in which they combine with each other. ഒരു ഫിക്സഡ് മാസ് എലമെന്റിനോട് കമ്പൈൻ ചെയ്യുന്ന രണ്ട് ഡിഫറെന്റ് എലമെന്റ്സ്, ആ എലമെന്റ്സ് തമ്മിലുള്ള മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ആ രണ്ട് എലമെന്റ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ടാകുന്ന കോമ്പൗണ്ട് ഉണ്ട്, ആ കോമ്പൗണ്ടിലെ മാസിന്റെ റേഷ്യോന് ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ അതാണ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ പറയുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഏതൊക്കെ എലമെന്റ്സ് ആണ് കമ്പൈൻ ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പം ഇതാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഹൈഡ്രജനും നൈട്രജനും കൂടി കമ്പൈൻ ചെയ്ത് കിട്ടിയത് നമുക്ക് അമോണിയയാണ്. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കിട്ടിയത് വാട്ടർ ആണ്. നൈട്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കിട്ടിയത് ഡൈനൈട്രജൻ പെറോക്സൈഡ് ആണ്. ഈ മൂന്ന് കോമ്പൗണ്ട്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതില് ഹൈഡ്രജന്റെ പെർസെന്റേജ് ഓരോ കോമ്പൗണ്ടിലും ഓരോ എലമെന്റ്സിന്റെയും പെർസെന്റേജ് തന്നിട്ടുണ്ട്. അപ്പം ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ പറയുന്ന അനുസരിച്ച് ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു എലമെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റിനെ നമുക്ക് ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് നമുക്കങ്ങ് കണക്കാക്കാം. എന്നിട്ട് അതനുസരിച്ച് ബാക്കി നൈട്രജന്റെയും ഓക്സിജന്റെയും മാസ് കണ്ടതിന് ശേഷം അതിന്റെ പ്രൊപ്പോർഷൻ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ വാട്ടറിന്റെ കേസ് നോക്കാം. ഫസ്റ്റ് എടുക്കുന്നത് H2O, വാട്ടറിന്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതില് വാട്ടർ കണ്ടെയ്ൻസ് 88.90% ഓക്സിജൻ ആൻഡ് 11.10% ഓഫ് ഹൈഡ്രജൻ എന്നാണ്. അപ്പം അതില് 11.10% എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാം 100 ഗ്രാമിൽ ഇത്രയും ഗ്രാം 11.10 ഗ്രാം ഓക്സിജൻ ഹൈഡ്രജൻ ഉണ്ടായിരിക്കും എന്നല്ലേ. അപ്പം 11.10 ഗ്രാം ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിരിക്കുന്നത് 88.90 ഗ്രാം ഓക്സിജനുമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിരിക്കുന്ന ഓക്സിജന്റെ അളവ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്സിജന്റെ അളവ് കണ്ടുപിടിക്കാൻ 88.90 ഡിവൈഡഡ് ബൈ 11.10 ഇൻറ്റു 1 ആണ്. അപ്പം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 8.0090 എന്ന് കിട്ടും. അതായത് 11.10 ഗ്രാം ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിരിക്കുന്ന 88.90 ഗ്രാം ഓക്സിജനോടാണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിരിക്കുന്നത് 8.0090 ഗ്രാം ഓക്സിജനോടാണ്. അപ്പൊ 1 ഗ്രാം ഹൈഡ്രജനോട് കമ്പൈൻ ചെയ്യുന്ന ഓക്സിജന്റെ അളവ് നമുക്ക് കിട്ടി വാട്ടറിൽ. അമോണിയയാണ്. അമോണിയയില് 82.35 നൈട്രജൻ ആണ് കമ്പൈൻ ചെയ്തേക്കുന്നത് 17.65 ഗ്രാം ഹൈഡ്രജനുമായിട്ട്. അപ്പോൾ 17.65 ഗ്രാം ഹൈഡ്രജൻ 82.35 ഗ്രാം നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്തു. ഇവിടെ നമുക്ക് 1 ഗ്രാം ഹൈഡ്രജൻ എത്ര എമൗണ്ട് നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. അപ്പോൾ 1 ഗ്രാം ഹൈഡ്രജൻ എത്ര റിയാക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 82.35 ഡിവൈഡഡ് ബൈ 17.65 ഇൻറ്റു 1. അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 4.6 ഗ്രാം എന്ന് കിട്ടും. അതായത്
1 ഗ്രാം ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തേക്കുന്ന ഓക്സിജന്റെ അളവ് 1 ഗ്രാം ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തേക്കുന്ന നൈട്രജന്റെ അളവ് എന്ന് പറയുന്നത് 4.6 ഗ്രാം എന്ന് കിട്ടി നമുക്ക്. ഇനി നമുക്ക് അറിയാനുള്ളത് ഈ വാട്ടറിലും അമോണിയയിലും നമ്മൾ ഫിക്സഡ് മാസ് എടുത്തത് ഹൈഡ്രജന്റെയാണ് 1 ഗ്രാം. ഓക്സിജന്റെയും നൈട്രജന്റെയും മാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്സിജന്റേത് 8.009 ആൻഡ് നൈട്രജന്റേത് 4.66. അപ്പം ഈ രണ്ടെണ്ണം ഓക്സിജന്റെയും നൈട്രജന്റെയും മാസുകളാണ്. ഇതിന്റെ റേഷ്യോ നമുക്ക് എടുക്കണം. ദാറ്റ് ഈസ് 8.009 ഡിവൈഡഡ് ബൈ 4.66. അത് എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ അതിന്റെ റേഷ്യോ കണ്ടുപിടിച്ചു. ഇനി ഈ നൈട്രജനും ഓക്സിജനും പരസ്പരം കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഡൈനൈട്രജൻ പെറോക്സൈഡ്, ഈ ഡൈനൈട്രജൻ പെറോക്സൈഡിന്റെ വെയിറ്റും കൂടി നമുക്ക് മാസിന്റെ റേഷ്യോയും കൂടി നമുക്ക് എടുക്കണം. ഇതിലെ N2O3 മാസ് എന്ന് പറയുന്നത്, ഓക്സിജന്റെ മാസ് എന്ന് പറയുന്നത് 63.15 ഓക്സിജന്റേത്, നൈട്രജന്റേത് 36.85 ആയിരുന്നു. 36.85 ആയിരുന്നു നൈട്രജന്റേത്. ഇത് രണ്ടും തമ്മിൽ ഉള്ള റേഷ്യോ നമുക്കൊന്ന് എടുക്കാം. 63.15 ഡിവൈഡഡ് ബൈ 36.85. ഇതിന്റെ റേഷ്യോ നമുക്ക് എടുക്കുമ്പോഴും 1.71 തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ പറയുന്നത് ഒരു ഫിക്സഡ് മാസ് എലിമെന്റിന്റെ കൂടെ കമ്പൈൻ ചെയ്യുന്ന വേരിയിങ് എലിമെന്റ്സ്, അതിന്റെ മാസ്, ആ കോമ്പൗണ്ട്സിലെ ആ എലിമെന്റ്സിന്റെ മാസിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അത് ആ എലിമെന്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടിലെ മാസിന്റെ റേഷ്യോവുമായിട്ട് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ്. ഇവിടെ വാല്യൂ നമുക്ക് രണ്ട് ഇതിനകത്തും വാട്ടറിനകത്തും അമോണിയക്കകത്തുമുള്ള ഓക്സിജന്റെയും നൈട്രജന്റെയും റേഷ്യോയും N2O3 ഓക്സിജന്റെയും നൈട്രജന്റെയും റേഷ്യോയും നമുക്ക് സെയിം വാല്യൂ തന്നെ കിട്ടി. സോ ഇത് ഇൻ അഗ്രിമെന്റ് വിത്ത് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ ആണെന്ന് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.14 ഗ്രാം ഓഫ് ആൻ എലമെന്റ് എ കമ്പൈൻ വിത്ത് 0.16 ഗ്രാം ഓഫ് എലമെന്റ് ബി. ഓൾസോ 0.05 gram of another element C combined with 0.35 gram of A. It was also found that 0.2857 gram of C combined with 2.2857 gram of B. Show that the above data illustrates law of reciprocal proportion. ഇവിടെയും നമുക്ക് ആ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ഇപ്പം ഇവിടെ എ ബി സി, എയും ബിയും തമ്മിൽ കോമ്പിനേഷൻ ഉണ്ട്, എയും സിയും തമ്മിൽ കോമ്പിനേഷൻ ഉണ്ട്, ബിയും സിയും തമ്മിലും കോമ്പിനേഷൻ ഉണ്ട്. ഇവിടെ ഫസ്റ്റ് എ എന്ന് പറയുന്ന എലമെന്റ് 0.14 ഗ്രാം വെയിറ്റ് മാസ് കമ്പൈൻ ചെയ്തേക്കുന്നു ബിയുമായിട്ട്. ഇപ്പൊ ബിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 0.16 ഗ്രാം ആണ്. അതുപോലെ തന്നെ സിയുടെ വെയിറ്റ് 0.05 ഗ്രാം സി കമ്പൈൻ ചെയ്തിരിക്കുന്നത് എയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. എയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 0.35 ഗ്രാം. അപ്പം ഇവിടെ 0.14 ഗ്രാം എ 0.16 ഗ്രാം ബിയുമായിട്ട് കമ്പൈൻ ചെയ്തു. അതുപോലെ തന്നെ 0.35 ഗ്രാം എ 0.05 ഗ്രാം സിയുമായിട്ട് കമ്പൈൻ ചെയ്തു. ഇനി ഇവിടെ ബിയും സിയും തമ്മിലുള്ള കോമ്പിനേഷൻ ഉണ്ട്. ബിയും സിയും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബിയുടെ എമൗണ്ട് 2.2857 സിയുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 0.2857 0.2857 അപ്പം ഇവിടെ ഒന്നും കൂടി ഡേറ്റാസ് പറയാം. എ ബി സി കമ്പൈൻ ചെയ്തിട്ടുണ്ട് പരസ്പരം. അതിൽ എ 0.14 ഗ്രാം 0.16 ഗ്രാം ബിയുമായിട്ട് കമ്പൈൻ ചെയ്തു. 0.35 ഗ്രാം എ 0.05 സിയുമായിട്ട് കമ്പൈൻ ചെയ്തു. ഇനി ബിയും സിയും പരസ്പരം കമ്പൈൻ ചെയ്തേക്കുന്നത് 2.2857 ഗ്രാം ബി 0.2857 ഗ്രാം സിയുമായിട്ടും കമ്പൈൻ ചെയ്തു. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും നമുക്ക് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം. കേസ് 1 എന്ന് പറയുന്നത് നമ്മൾ എയെ ഡെഫിനിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് വെക്കുകയാണ്. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് 0.14 ഗ്രാം എ കമ്പൈൻ വിത്ത് 0.16 ഗ്രാം ബി എന്നാണ്. അങ്ങനെയാണെങ്കിൽ
നമുക്ക് 1 ഗ്രാം എ എത്ര ഗ്രാം ബിയുമായിട്ട് കമ്പൈൻ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് 0.14 ഗ്രാം 0.16 ഗ്രാം ബിയുമായിട്ട് കമ്പൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമുമായിട്ട് കമ്പൈൻ ചെയ്ത ബിയുടെ അളവെന്ന് പറയുന്നത് 1.143 ആണ്. 1.143 ഗ്രാം ആണ്. ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് 0.35 ഗ്രാം എ കമ്പൈൻ ചെയ്തിരിക്കുന്നത് 0.05 ഗ്രാം സിയുമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം എ എത്ര സിയുമായിട്ട് കമ്പൈൻ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 0.05 ഇൻറ്റു 1 ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0.143 എന്നുള്ള ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ ബിയുടെയും സിയുടെയും 1 ഗ്രാം എയോട് കമ്പൈൻ ചെയ്യുന്ന ബിയുടെയും സിയുടെയും മാസ് നമുക്ക് കിട്ടി. നമ്മൾ റേഷ്യോ ഓഫ് ബി ആൻഡ് സി നമ്മൾ എടുക്കുകയാണ്. ബി ആൻഡ് സിയുടെ റേഷ്യോ എടുക്കുമ്പോൾ 1.143 ഡിവൈഡഡ് ബൈ 0.143. ഈ റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 7.9. നമുക്ക് അപ്രോക്സിമേറ്റ്ലി 8 എന്ന് എടുക്കാം. അപ്പം ഇത് രണ്ട് എയും ബിയും കമ്പൈൻ ചെയ്യുമ്പോഴും എയും സിയും കമ്പൈൻ ചെയ്യുമ്പോഴും കിട്ടുന്ന ബിയുടെ സിയുടെ മാസിന്റെ റേഷ്യോ ആണ് നമുക്കിവിടെ 8 എന്ന് കിട്ടിയത്. ഇനി നമുക്ക് ബിയും സിയും പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോൾ എത്ര മാസ് ഉണ്ട്, ആ മാസിന്റെ റേഷ്യോ എത്ര ആണെന്നുള്ളതും കൂടി നോക്കണം. എന്നിട്ട് അത് രണ്ടും ഒന്നുകിൽ ഈക്വൽ ആയിരിക്കാം അല്ലെങ്കിൽ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കാം നോക്കാം. ഇനി ബിയും സിയും ഡയറക്റ്റ് കമ്പൈൻ ചെയ്യുമ്പോൾ ഉള്ള മാസസ് എന്ന് പറയുന്നത് ബിയുടേത് 2.2857 സിയുടേത് 0.2857 ആണ്. ഇത് രണ്ടും ബിയും സിയും പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോൾ ഉള്ളതാണ്. ഇനി ഇതിന്റെ റേഷ്യോ എടുത്ത് നോക്കാം. 2.2857 ഡിവൈഡഡ് ബൈ 0.2857 ഇതും നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ രണ്ടും ആദ്യം എയും ബിയും കമ്പൈൻ ചെയ്യുകയും എയും സിയും കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ബിയുടെ സിയുടെ മാസും ബിയും സിയും പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ബിയുടെ സിയുടെ മാസിന്റെ റേഷ്യോയും 8 തന്നെ കിട്ടി. ഇപ്പൊ ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പോൾ ഇത് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ എഗ്രി ചെയ്യുന്നുണ്ടെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, an oxide of copper contains 11.2% of oxygen. A chloride of copper contains 35.86% of chlorine, and an oxide of chlorine contains 18.64%. Show that the data illustrates law of reciprocal proportions. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 3 എലമെന്റ്സ് ആണ് തന്നിരിക്കുന്നത്: കോപ്പർ, ഓക്സിജൻ, ക്ലോറിൻ. ഇവിടെ കോപ്പറും ഓക്സിജനും, ഇവിടെ ഓക്സൈഡ് ഓഫ് കോപ്പറും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഓക്സിജന്റെ ക്വാണ്ടിറ്റി 11.2 ആണ്. 11.2% എന്ന് പറഞ്ഞാൽ 100 ഗ്രാമിൽ 11.2 ഗ്രാം ഉണ്ടായിരിക്കും വെയിറ്റ് എന്നുള്ളതാണ്. അപ്പം 11.2 ഗ്രാം. ഇനി ക്ലോറിൻ, കോപ്പറും ക്ലോറിനും കൂടി റിയാക്ട് ചെയ്തപ്പം ക്ലോറിന്റെ അളവ് അതിൽ 35.86 ഗ്രാം ആണ്. ഇനി ഈ ഓക്സൈഡ് ഓഫ് ക്ലോറിൻ, ക്ലോറിന്റെ ഓക്സൈഡിൽ ഉള്ള ക്ലോറിന്റെ അളവെന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 18.64 ഗ്രാം ആണ്. അപ്പോൾ കോപ്പർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ഓക്സിജന്റെ മാസം എന്ന് പറയുന്നത് 11.2 ഗ്രാമും, കോപ്പർ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ക്ലോറിന്റെ മാസം എന്ന് പറയുന്നത് 35.86 ഗ്രാമും, ക്ലോറിൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നിടത്ത് ക്ലോറിന്റെ മാസം എന്ന് പറയുന്നത് 18.64 ഗ്രാമുമാണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം പെർസെന്റേജിൽ തന്നിരിക്കുന്നതാണ്. അപ്പൊ ടോട്ടൽ കോമ്പൗണ്ട്സിന്റെ എല്ലാം 100 ഗ്രാമിലായിരിക്കും മാസ്. 100 ഗ്രാമിൽ 11.2 ഗ്രാം ഓക്സിജൻ ഉണ്ട്,
100 ഗ്രാമിൽ 35.86 ഗ്രാം ക്ലോറിൻ ഉണ്ട്. 100 ഗ്രാം കോമ്പൗണ്ടിൽ 18.64 ഗ്രാം ക്ലോറിൻ ഉണ്ട്. അപ്പം ബാക്കി വരുന്ന എലമെന്റിന്റെ മാസ് 100 ന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഓക്സൈഡ് ഓഫ് കോപ്പർ അത് നോക്കാം. ഫസ്റ്റ് കേസ് ഓക്സൈഡ് ഓഫ് കോപ്പർ. ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ഓക്സിജന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 11.2 ഗ്രാം ആണ്. കോപ്പറിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ 100 മൈനസ് 11.2 ദാറ്റ് ഈസ് 88.8 ഗ്രാം. 88.8 ഗ്രാമിൽ ഓക്സിജന്റെ അളവെന്ന് പറയുന്നത് 11.2 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിൽ എത്രയായിരിക്കും? 1 ഗ്രാമിലെ കണ്ടുപിടിക്കാൻ 11.2 ഡിവൈഡഡ് ബൈ 88.8 ഇൻറ്റു 1. അത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.126 ഗ്രാംസ് എന്ന് കിട്ടും. നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തത് പറഞ്ഞേക്കുന്നത് കോപ്പറും ക്ലോറൈഡും അല്ലെ, ക്ലോറിനുമാണ്. അപ്പം സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ക്ലോറൈഡ് ഓഫ് കോപ്പർ. ക്ലോറൈഡ് ഓഫ് കോപ്പറിന്റെയാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. അപ്പൊ ക്ലോറൈഡ് ഓഫ് കോപ്പറിൽ നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ക്ലോറിന്റെ അളവ് 35.86 ആണ്. അപ്പൊ നമ്മൾ കോപ്പറിന്റെ അളവ് കണ്ടുപിടിക്കും. 100 മൈനസ് 35.86. അതിന്റെ വാല്യൂ നമുക്ക് 64.14 എന്ന് കിട്ടും. 64.14 എന്ന് കിട്ടും. അപ്പോ 64.14 ഗ്രാം കോപ്പറിൽ ക്ലോറിൻ 35.86 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കോപ്പറിൽ എത്രയുണ്ടാകും? 1 ഗ്രാം കോപ്പറിൽ എത്രയുണ്ടാകും എന്നറിയാൻ 35.86 ഡിവൈഡഡ് ബൈ 64.14 ഇൻറ്റു 1. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 0.559 എന്ന് കിട്ടും. അപ്പം 1 ഗ്രാം കോപ്പറിൽ 0.559 ഉണ്ട്. അപ്പൊ കോപ്പറിനെ നമ്മൾ ഡെഫിനറ്റ് മാസ് ആയിട്ട് എടുത്തു. അപ്പം 1 ഗ്രാം കോപ്പറിൽ കോപ്പറിന്റെ ഓക്സൈഡിൽ 1 ഗ്രാം കോപ്പറിൽ 0.126 ഗ്രാം ഓക്സിജൻ ഉണ്ട്. കോപ്പറിന്റെ ക്ലോറൈഡില് 1 ഗ്രാം കോപ്പറിൽ 0.559 ക്ലോറിൻ ഉണ്ട്. അപ്പം ഓക്സിജന്റെയും ക്ലോറിന്റെയും 1 ഗ്രാം കോപ്പറിലുള്ള ഓക്സിജന്റെയും ക്ലോറിന്റെയും അളവ് നമുക്കൊന്ന് എഴുതാം. അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ 1 ഗ്രാം കോപ്പറിനോട് റിയാക്ട് ചെയ്യുന്ന ഓക്സിജന്റെ അളവെന്ന് പറയുന്നത് 0.126 ദാറ്റ് ഈസ് ഓക്സിജൻ. ആൻഡ് ക്ലോറിന്റെ അളവെന്ന് പറയുന്നത് 0.559 അതാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. ഇനിയും ഇതിന്റെ പെർസെൻറ്റേജ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഓക്സിജൻ ടു ക്ലോറിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 0.126 ഡിവൈഡഡ് ബൈ 0.559 വരും. അപ്പം അതിന്റെ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ കിട്ടുന്നത് 0.22 എന്ന് കിട്ടും. ഇതിന്റെ റേഷ്യോയുടെ വാല്യൂ 0.22 എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്തത് ഓക്സൈഡ് ഓഫ് ക്ലോറിൻ. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഓക്സൈഡ് ഓഫ് ക്ലോറിൻ ആയിരുന്നു. അതിന്റെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം കോപ്പറിനോട് റിയാക്ട് ചെയ്ത ഓക്സിജന്റെയും ക്ലോറിന്റെയും നമ്മൾ കണ്ടു. ഇനി ആ ഓക്സിജനും ക്ലോറിനും പരസ്പരം റിയാക്ട് ചെയ്യുമ്പം എന്താ കിട്ടുന്നത് എന്നുള്ളത്. അതിനകത്ത് ഓക്സിജന്റെ മാസം എന്ന് പറയുന്നത് 18.64 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 18.64. അപ്പം നമ്മൾ ക്ലോറിന്റെ മാസ് എങ്ങനെയാണ് കാണുന്നത്? 100 മൈനസ് 18.64. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 81.36 ആണ്. 81.36 ഗ്രാം ക്ലോറിൻ. ഇതിൽ നമുക്ക് റേഷ്യോ ഓഫ് ഓക്സിജൻ ടു ക്ലോറിൻ നമുക്ക് നോക്കാം. 18.64 ഡിവൈഡഡ് ബൈ 81.36. ഇത് നമുക്ക് ചെയ്യുമ്പോൾ 0.22 എന്ന്
കിട്ടും. അപ്പം ഇങ്ങനെ 0.22. അപ്പം ഇവിടെ കോപ്പറിനോട് റിയാക്ട് ചെയ്യുന്ന ഓക്സിജന്റെയും ക്ലോറിന്റെയും മാസിന്റെ റേഷ്യോ എടുത്തപ്പോൾ 0.22 കിട്ടി. ഇവിടെ ക്ലോറിനും ഓക്സിജനും പരസ്പരം കമ്പൈൻ ചെയ്ത് എടുത്തേക്കുന്ന മാസിന്റെ റേഷ്യോ എടുത്തപ്പോഴും 0.22 കിട്ടി. അപ്പോൾ ഇത് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ എഗ്രി ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. കാരണം ഒരു ഡെഫിനിറ്റ് മാസ് എലമെന്റിനോട് കമ്പൈൻ ചെയ്യുന്ന രണ്ട് ഡിഫറെന്റ് എലമെന്റ്സിന്റെ മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് മറ്റേ രണ്ട് എലമെന്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്ത് കിട്ടുന്ന കോമ്പൗണ്ടിനകത്തുള്ള ആ എലമെന്റ്സിന്റെ മാസിന്റെ റേഷ്യോയുടെ ഈക്വലോ അല്ലെങ്കിൽ ഹോൾ നമ്പർ മൾട്ടിപ്പിളോ ആയിരിക്കും. ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ ആ ഫിഗർ വരച്ചപ്പോൾ വന്നിട്ടുണ്ട്. അതായത് കോപ്പറും ഓക്സിജനും ക്ലോറിനും ഈ 3 എലമെന്റ്സ് ആയിരുന്നു. അപ്പം ഇതിൽ കോപ്പറും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തപ്പോൾ ഓക്സിജന്റെ പെർസെന്റേജ് 11.2 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് കറക്റ്റാണ്. കോപ്പറും ക്ലോറിനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറിന്റെ പെർസെന്റേജ് 35.86, അതും കറക്റ്റാണ്. പക്ഷെ ഞാൻ ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്തപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് ക്ലോറിനും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറിന്റെ പെർസെന്റേജ് 18.64 എന്നാണ് പറഞ്ഞത്. അത് ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്സിജന്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഓക്സിജന്റെ പെർസെന്റേജ് ആയിട്ട് തന്നെയാണ് 18.64 എടുത്തിരിക്കുന്നത്. പക്ഷെ ഫിഗറിൽ 18.64 ക്ലോറിന്റെ പാർട്ടിലാണ് ഞാൻ എഴുതിയിരുന്നത്. അത് ചെറിയൊരു മിസ്റ്റേക്കാണ്, ശ്രദ്ധിക്കുക.